ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഇയാളോ ഇനി വിളിക്കുന്നു നീ എന്നെങ്ങനെ? ഒരിക്കൽ കൂടി അമർത്തി കടിച്ചവൻ വേദനിക്കുന്ന വായിരി. അവൻ അവളിൽ നിന്ന് മുഖമുയർത്തി കട്ടിലിരുന്നു. ആള് അവൻ്റെ അടുത്തായി തന്നെ ഇരുന്നു. വേദനിക്കട്ടെ നീ ആള് വിളഞ്ഞ വിത്ത. ഇത്രയൊക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് എന്നെ കാണുമ്പോൾ വല്ലാത്ത ജാടയും കൊണ്ട് നടന്നവളാ നീ. കയ്യിൽ നിന്ന് ഞാനങ്ങ് വഴുതിപ്പോയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തനടി? ആ ചോദ്യം കേട്ടതും ആളിലൊരു കുസൃതി മിന്നി. പോകുന്ന ഒരു പോട്ടേന്ന് വെക്കാൻ ഞാൻ ഈ അത്രയ്ക്ക് സ്ട്രോങ്ങാ. ഈ സിനിമ തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ പോട്ടേന്ന് ഞാൻ ഒത്തിരി തവണ കരുതിയിട്ടുണ്ട്, അറിയോ? ആൾ പറയുമ്പോഴത്രയും അവൻ്റെ കണ്ണുകൾ അവളെ രൂക്ഷമായി തന്നെ നോയിക്കൊണ്ടിരുന്നു. ആ നോട്ടത്തിൻ്റെ ഭാവം മാറിയത് പെട്ടെന്നാണ്. ഇത്രയൊക്കെ മനസ്സിലാക്കി നീ എനിക്ക് വേണ്ടി ജനിച്ചവളാണെന്ന് അറിഞ്ഞപ്പോണ്ടല്ലോ എനിക്കങ്ങ് എന്തൊക്കെയാ ചെയ്യാൻ തോന്നുന്നു ഏകാ നിന്നെ. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്. ഇനിയുള്ള കുറച്ച് പോർഷൻസ് പ്രണയത്തിൻ്റെ അതിര് കവിഞ്ഞ റൊമാൻസിൻ്റെ നിമിഷങ്ങളാണ്. താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. കൈകൾ വിടർത്തി അവളുടെ ഇരുകവളിലും പിടിമുറിക്കുകയാണ് അവൻ്റെ പറച്ചിൽ. ഏകയുടെ മുഖത്തെ ചിരിയപ്പാടെ മാഞ്ഞുപോയി. ശരീരത്തിൻ്റെ ഭാരം മുക്കാലോളം അവളുടെ മേൽ അവൻ കൊടുത്തതും അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. അവളുടെ കുഞ്ഞുടൽ ഭിത്തിയിൽ അമർന്നു. ഏക, നിന്നിൽ നിന്നടർന്നു പോകുന്ന മുടിഴകൾ മുതൽ വിരൽ തുമ്പിലെ നഖങ്ങൾ വരെ ഈ വൈരിൻ്റെ ഓർമ്മകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എനിക്ക് മുമ്പ് നിന്നിൽ പതിഞ്ഞ കൈകളുടെ ഓർമ്മകൾ ഇനി നിന്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല ഏക. പറയുന്നതിനോടൊപ്പം തന്നെ അവളുടെ നെറ്റിത്തടത്തിൽ ചൂണ്ടുവിരൽ മുട്ടിച്ചുകൊണ്ട് മെല്ലെ ഇഴച്ചു മൂക്കിൻ തുമ്പിലൂടെ കടന്ന് കവിൾ തടങ്ങളെ തഴിയാത്തരങ്ങളിലെത്തി നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ വശ്യമായി അവളുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. ഏകയുടെ ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയതാളവും വേഗത്തിൽ ഉയർന്നു താഴുന്ന മാറിടങ്ങളും അവൻ തൻ്റെ ഉറച്ച നെഞ്ചിനാൽ തൊട്ടറിഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ മയങ്ങി തുടങ്ങിയ കണ്ണുകൾ അവളോട് കെഞ്ചുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെ പൂർണ്ണമായി ഒന്ന് കണ്ടോട്ടെ എന്ന്. ആ നോട്ടത്തിന് മുന്നിൽ അവളുടെ ഉടലാകെ നാണത്താൽ വിറകൊണ്ടു. ഏക, കാറ്റുപോലെ അവൻ അത്രമേൽ പതിയെ വിളിച്ചതും മുഖമൊരു വശത്തേക്ക് തിരിച്ചു പിടിച്ചവൾ പതിയെ ഒന്ന് മൂളി. അന്നേരം തന്നെ അവൻ്റെ മുഖം അവളുടെ കഴുത്തിടുക്കിലേക്ക് അമർന്ന് അവിടെ പരതി തുടങ്ങിയിരുന്നവൻ അത്രമേൽ പതിയെ അവൻ അവിടെ കടിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു. ഇടതടവില്ലാതെ, ഇടവേളകളില്ലാതെ അവൻ്റെ ചുണ്ടും നാവും കഴുത്തിലൂടെ നീളം അലഞ്ഞു നടക്കുമ്പോൾ മധുരമുള്ളതെന്തോ കടിച്ചു നുണയുന്ന പോലെയായിരുന്നു അവൻ്റെ പ്രവൃത്തി. അവളിൽ നിന്നും കിതപ്പിനോടൊപ്പം മൃദുവായി കേൾക്കുന്ന മൂളലും കുറുകലും വിറക്കുന്ന ശ്വാസനിശ്വാസങ്ങളും അവനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരുന്നു. ഇടുപ്പിലൂടെ മുകളിലേക്ക് അരിച്ചു കയറി അവൻ്റെ വലം കൈ ഇടതുമാറിനെ മെല്ലെ തഴുകി തുടങ്ങിയതും വേണ്ട എന്ന പോലെ അവൾ അതിനെ കടന്നു പിടിച്ചു. പ്ലീസ് എന്നെ തടയിലേക. അത്രയ്ക്ക് നേർത്തുപോയ അവൻ്റെ സ്വരം അടിവയറ്റിൽ തീർത്ത കുളിരിൽ അവൻ്റെ മുതുകിൽ അവൾ അമർത്തി പിടിച്ചു. പെട്ടെന്ന് നിവർന്ന് മുട്ടുകാലിൽ ഉയർന്നു പൊങ്ങിയവൻ താഴെ നിന്ന് മുകളിലേക്ക് ഉയർത്തിയ തൻ്റെ ടീഷർട്ട് ഊരി നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവളിലേക്ക് ഒരിക്കൽ കൂടി അമർന്നു. അവൻ്റെ ആ പ്രവൃത്തിയിലും കണ്ണിൽ കണ്ട കാഴ്ചയിലും തെല്ലൊന്ന് വിറച്ചുപോയി അവൾ. ഒപ്പം അവൻ്റെ നഗ്നമായ ശരീരത്തിൻ്റെ ചൂടും ഗന്ധവും അവളെ ഒരു ഉന്മാദത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചിരുന്നു. അവൻ്റെ മസിലുറച്ച വലിയ കൈകളിലൊന്നെഞ്ചിലും അവളുടെ നനുത്ത വിരലുകൾ കൗതുകത്തോടെ മെല്ലെ ചലിക്കുമ്പോൾ അവൻ കുസൃതിയോടെ ആ കാഴ്ച മുഖം താഴ്ത്തി നോക്കി നിന്നു. കാലുകൾ ഒരു സൈഡിലേക്ക് പിണച്ചു വെച്ച് ഇടം കൈ കട്ടിൽ കുത്തി മുഖം കുനിച്ചിരിക്കുമ്പോൾ അവൻ്റെ അടുത്ത നീക്കം എന്താവുമെന്ന ആശങ്കയും അവളിൽ പതിയെ ഉടലെടുത്തു. ഒറ്റ വലിക്ക് അവളെ വലിച്ച് നെഞ്ചിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകൾ അവൻ നുകർന്നു. ഒപ്പം ചുരിദാർ ടോപ്പിൻ്റെ പുറകിലെ സിപ്പ് അവൻ മെല്ലെ താഴേക്ക് തുറന്നു. ഇരുതോളിലൂടെയും ഊർന്ന് നീങ്ങുന്ന തൻ്റെ ഇടുപ്പിനെ പിടിച്ചു വെക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിന് കഴിയാത്തവണ്ണം അതിൻ്റെ അടിമയായി പോയി താനെന്ന് തോന്നിയവൾക്ക് അതിരങ്ങളിൽ നിന്ന് അടർന്നു മാറി താടിത്തുമ്പിലൂടെ അവൻ്റെ മുഖം ശക്തിയിൽ കഴുത്തിടുക്കും കഴിഞ്ഞ്
താഴേക്ക് സഞ്ചരിച്ച് ലക്ഷ്യം കണ്ട പോലെ ടാറ്റൂവിലെത്തി നിന്നു അവൻ്റെ അത്തരങ്ങൾ. ആ രണ്ട വെളിച്ചത്തിൽ സ്വന്തം മുഖത്തെ ചുംബിക്കാൻ കഴിയാതെ അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. കണ്ണുകൾ മുറുക്കെ അടച്ചു പിടിച്ച് കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ചിരിക്കുകയാണ് ഏക. ആ കാഴ്ച സഹിക്കാൻ കഴിഞ്ഞില്ല അവന്. ഇരുതോളിലൂടെ ചുരിദാർ ടോപ്പ് താഴേക്ക് ഊർന്നു വീണ് അരക്കെട്ടിൽ തടഞ്ഞു നിന്നു. മുതുകിൽ അവൻ്റെ കൈകൾ പടർന്ന് കയറി ആ കൊളുത്തും തുറന്നുകൊണ്ട് അവയെ അവൻ സ്വതന്ത്രമാക്കി. ഒരു പിടപ്പോടെ കണ്ണ് വലിച്ചു തുറന്നവൾ കാണുന്നത് ആ കാഴ്ചയിൽ വശം കെട്ട പോലെ അവിടേക്ക് മിഴിയുറപ്പിച്ചുകൊണ്ട് സ്വയം മുടിയിഴകൾ മാടി ഒതുക്കുന്നവനെയാണ്. ചുരിദാർ വലിച്ചു മുകളിലേക്ക് കയറ്റി വെച്ച് മറക്കാൻ തുടങ്ങും മുമ്പ് അവൻ അവളെയും കൊണ്ട് കട്ടിലേക്ക് കിടന്നിരുന്നു. ആ വലിയ മുഖമൊന്നാകെ അവിടെ അമർത്തി വെച്ചു വൈരിൻ. ഏകയുടെ ശരീരമാകമാനൊന്ന് വിറച്ചുപോയി. അവൻ്റെ ആ വലിയ കൈകൾ കൊണ്ട് അവയുടെ ദൃഢത അറിയാൻ ശ്രമിക്കാതെ അവൻ്റെ മുഖം കൊണ്ട് പരതി നോക്കി മൃദുലത അറിഞ്ഞുകൊണ്ടിരുന്നവൻ ഏക നെഞ്ചൊന്നുയർത്തിക്കൊണ്ട് പുറകിലേക്ക് വില്ലുപോലെ വളഞ്ഞുപോയി. അവളുടെ ആ പ്രവൃത്തിയിൽ അവൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു ഇന്ദ്രിയ ബോധം അവന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. കൂടുതൽ എളുപ്പമായ പോലെ അവൻ്റെ അധരങ്ങളും നാവും മാറി മാറി അവയുള്ളിലേക്കെടുത്ത് പതുക്കെ നുകർന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്നു. ആത്മാവിനെ ആകിരണം ചെയ്യുന്നവൻ്റെ ആ പ്രവൃത്തി താങ്ങാൻ കഴിയാത്തവണ്ണം അവളിൽ സീൽക്കാരങ്ങൾ ഉയർന്നു തുടങ്ങിയതും ഒരു കള്ളച്ചിരിയോടെ അവൻ വാതിൽക്കിലേക്ക് മുഖം ചിരിച്ചു നോക്കി അടഞ്ഞു കിടക്കുകയാണ്. എത്ര രുചിച്ചിട്ടും മതിവരാത്തത്ര കൊതിയുള്ളിലുണ്ടായിട്ടും അവളെ പിടിച്ചുയർത്തി നിർത്തി ഒരിക്കൽ കൂടി മുട്ടുകുത്തി കട്ടിലിൽ നിന്നവൻ അതേ ചിരിയോട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവയൊന്ന് തഴുകി ഉടച്ചു അവൻ. അവളുടെ തൊണ്ടക്കുഴിയോളം വന്നൊരു ആർത്തനാദത്തെ അവൻ തൻ്റെ അധരങ്ങൾ കൊണ്ട് തടഞ്ഞു നിർത്തി. എനിക്ക് ഇനിയും പിടിച്ച് ഞാൻ പറ്റില്ല. Can you feel it? അരക്കിട്ട് അവളിലേക്ക് അമർത്തി വെച്ച് അവൻ പതിയെ പറഞ്ഞതും താൻ കാരണം ഒരു പുരുഷന്റെ ശരീരത്തിലുണ്ടായ മാറ്റം തിരിച്ചറിഞ്ഞ പോലെ അവളാകെ ചൂളിച്ചുമെന്ന് കയറിയിരുന്നു. അവൻ്റെ ചുണ്ടിൽ അപ്പോഴും പുഞ്ചിരിയാണ്. ഇവളിൽ നിന്നും താൻ ഇനി എന്തൊളിക്കാനെന്ന പോലെ മുറി വിട്ടിറങ്ങാൻ നേരം മൊത്തമായി അവൻ അവൾ ഒരിക്കൽ കൂടി വാരിപ്പണന്നു. ഇനി ഈ ഓർമ്മകൾ മാത്രമേ എൻ്റെ പെണ്ണിൻ്റെ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. മനസ്സിലായോ? അതിനുവേണ്ടിയാ ഞാൻ ഇത്രയൊക്കെ. ആളൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അവനിതിൽ കൂടുതൽ എന്ത് ചെയ്താലും താനത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചേനെ എന്ന് അവൾ ഓർത്തു. നാളെ ഷൂട്ടുണ്ട്. പോയിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ തിരികെ വരും. അപ്പം ഈ വയലിൻ്റെ താലി കഴുത്തിൽ വീഴാൻ പാകത്തിന് അവസാനമായി എൻ്റെ മുന്നിൽ മുഖം കുനിച്ച് തരണം നീ. സമ്മതം എന്ന പോലെ അവൾ അവൻ്റെ മുഖം പിടിച്ച് താഴ്ത്തി ഏന്തി വലിഞ്ഞ നെറ്റിയിൽ അമർത്തി മുത്തി. മിഴികളടച്ച് അവൻ സംതൃപ്തിയോടെ ആ ചുംബനം സ്വീകരിച്ചു. ഏകയാണ് മുറി തുറന്നാദ്യം പുറത്തേക്ക് ഇറങ്ങിയത്. രാത്രി ഏറെയായി. എല്ലാവരും ഉറക്കം പിടിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആ തണുത്ത രാത്രിയിലൂടെ അവൻ അവളെ നെഞ്ചോട് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പതിയെ നടന്നു. പിച്ചിപ്പൂവാസനയും തണുപ്പും ഇരുവരെയും വന്ന് പൊതിഞ്ഞിരുന്നു. കാറിലേക്ക് കയറും മുമ്പ് അവൻ ഒരിക്കൽ കൂടി അവളെ നെറ്റിയിൽ അധരങ്ങൾ പതിപ്പിച്ചു. ഞാൻ വരുന്നവര് ഇവിടെ ഡേവിഡ് ഉണ്ടാവും കേട്ടോ. വേണ്ട, നാളെ ഋതുവാദ്രിയും വരണൊക്കെ വരുന്നുണ്ട്. കുറച്ച് ദിവസം എന്നെപ്പം കാണും. ഓ എന്നാലും ഓക്കെ, ഞാൻ വിളിക്കാം. പോയിക്കോ. ഏകകത്തേക്ക് കയറി വാതിലടക്കുന്നവരെ അവൻ കാറിൽ തന്നെ നോക്കിയിരുന്നു. ആളകത്തേരി വാതിലടച്ചെന്ന് ഉറപ്പായതിനു ശേഷമാണ് വൈരിൻ അവിടെ നിന്നും പുറപ്പെട്ടു പോയത്. ഏകയെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ് ആതിര. ഋതുവിന് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഋതു ആതിരയൊന്നും മിണ്ടുന്നില്ലെന്ന് കാണെ ചുണ്ടുകൂട്ടി ചിരിയമർത്തി ഏക. ഡി ഏക്കൊച്ചെ, എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ലടി. നീ പറഞ്ഞ നേരാണോ? എങ്കിലും നിന്റെ അമ്മയുടെ ബ്രദറാണോ വൈൻ്റെ അച്ഛൻ? ഓർത്തിട്ട് സഹിക്കുന്നില്ല. കട്ടിൽ കയറി ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് പറയുന്ന ആതിരയുടെ മുഖത്ത് എന്തൊക്കെയോ വേണ്ടാത്ത കുറെ ഭാവങ്ങളാണ്. പണ്ട് അവൾക്ക് ഏകയും വൈനും തമ്മിലുള്ള ബന്ധം അത്ര സൂഹിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത കൂട്ടുകാരികൾക്ക് തന്നെയാണ്. കാര്യം ഏകയോട് സ്നേഹമുണ്ട് അവൾക്ക്. പക്ഷെ എന്തോ എവിടെയോ ഒരു കുശുമ്പൂത്തൽ. ഋതു അപ്പോഴും ഹാപ്പിയാണ്. ഫോൺ കയ്യിലെടുത്ത് ഫുഡ് വാങ്ങാൻ ജംഗ്ഷൻ വരെ പോയ വരുണിനോട് ഒരു ഐസ് കേക്ക് കൂടി വാങ്ങാൻ വിളിച്ചു പറയുകയാണ് ഋതു. ഈ സന്തോഷം അങ്ങനെ ചുമ്മാ പറഞ്ഞു കളയാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അതുകൊണ്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചു അവൾ. കൂട്ടുകാരികൾ വന്നതും ഏകയുടെ മനസ്സ് അല്പം ശാന്തമായി തുടങ്ങിയിരുന്നു. അങ്ങനെ സന്തോഷവും കളിച്ചിരികളൊക്കെ ആയി ഒരാഴ്ച ദാന്നും പറഞ്ഞ് കടന്നുപോയി.
ആകെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ രാധാമണി ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും ഏകയോ കൂട്ടുകാരോ കഴിച്ചിരുന്നില്ലെന്നാണ്. അതുകൊണ്ട് മിക്കവാറും സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ വീട്ടിൽ കയറി ഇറങ്ങി. ഇടയ്ക്ക് ഏക കിച്ചണിൽ കയറി തട്ടിക്കൂടി ന്യൂഡിൽസ് എഗ് ഓംലെറ്റ് ഒക്കെ ഉണ്ടായി കൂട്ടുകാർക്ക് കൊടുത്തു. എന്തും അവർ സഹിക്കും. ഉറങ്ങുന്ന പോലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഏകയുടെ ആ കുഞ്ഞു മുറിയിൽ കഴിഞ്ഞുകൂടി. പണ്ടേ പിള്ളേർ കട്ടിൽ കിടന്ന വലിയ ശീലമൊന്നുമില്ല. വീണിടം വിഷ്ലോകെന്ന പോലെ 3 കൂടി നിലത്തും കട്ടിലൊക്കെ മാറി മാറിയും കിടന്നു. വരുൺ വിവേകിന്റെ മുറിയിൽ രാത്രി അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങി. പകൽ സമയം കളിരാശാന്റെ വീട്ടിലും വായനശാലയിലും ഒക്കെ ആയി അവർ കറങ്ങി നടന്നു. ഏകയും കൂട്ടുകാരെയും ദേവിക പലപ്പോഴാവും താമസിക്കുന്ന വീട്ടിലേക്ക് വിളിച്ചുവെങ്കിലും ഏക സന്തോഷത്തോടെ തന്നെ നിരസിച്ചു. വൈരിൻ ഷൂട്ട് കഴിഞ്ഞെത്തും വരെ ആ വലിയ റെന്റഡ് ഹൗസ് അവർ ഒഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴേക്ക് എന്തോ അമ്മ വീട്ടുകാർ അത്ര കണ്ട് സ്നേഹിക്കാൻ തോന്നിയിരുന്നില്ല. അമ്മയെ സ്വീകരിക്കില്ലെന്ന ഒറ്റ കാരണം കൊണ്ട് ആരെ വെറുക്കാൻ അവൾക്ക് തോന്നിയില്ല. കാര്യങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കലായി ബുദ്ധി കൊണ്ട് ചിന്തിക്കാനാണ് ഏക എപ്പോഴും ശ്രമിച്ചിരുന്നത്. ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ അമ്മ വീട്ടുകാർ ചെയ്തത്ര നല്ല പ്രവൃത്തിയൊന്നുമില്ല. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ തന്റെ അമ്മയുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് അവൾക്ക് തോന്നി. വീട്ടുകാർ പൊന്നുപോലെ വളർത്തി വലുതാക്കിയ മകൾ സ്വന്തം ഇഷ്ടത്തിന് അവരേക്ക് ഉപേക്ഷിച്ച് കാമുവിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വന്തം അമ്മയുടെയും അച്ഛന്റെയും സഹോദരങ്ങളുടെയും മാനസികാവസ്ഥ തന്റെ അമ്മയെ ഓർത്തിരുന്നില്ല. അങ്ങനെ പോയ സ്ഥിതിക്ക് പിന്നീട് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം അമ്മയ്ക്ക് മാത്രമാണ്, അല്ലാതെ അമ്മയുടെ വീട്ടുകാർക്കല്ല. ആ ഒരു വശം കൂടി ചിന്തിച്ചും ഏകക്ക് അവരോടൊക്കെ ക്ഷമിക്കാൻ കഴിഞ്ഞു. എങ്കിലും വൈദ്യമായുള്ള വിവാഹം കഴിയുന്നവരെ ആരുമായി അധികം അടുക്കാൻ അവൾ തയ്യാറായില്ല. വലിയ വീട്ടുകാരുടെ സ്വഭാവമാണ്. ഇനി മകന് താൻ പോരെന്ന് തോന്നിയാലോ എന്ന് അവൾ ഓർത്തു. എങ്കിലും വൈദ്യനെ വിട്ടുകളയാൻ അവൾക്കാവില്ല എന്നതും പച്ചയായ ഒരു സത്യമാണ്. ഓർത്തതേയുള്ളൂ സിനിമാ നടന്റെ കോൾ ഫോണിൽ വന്നിരുന്നു. കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കിയതും ഏകാകെ ചുമന്നു കയറി. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ അവന്റെ ആ ചിരിയില്ലാത്ത മുഖത്തിന് പെണ്ണിനെ കൊല്ലുന്ന ഭാവമാണ്. രണ്ട് ബെല്ലിൽ അവൾ ഫോൺ ചെവിയോട് ചേർത്തു. അത്രയ്ക്ക് ആർത്തി മൂത്തുപോയിരുന്ന അവന്റെ നിശ്വാസമെങ്കിലും ഒന്ന് കേൾക്കാൻ. ഏക തികച്ചും ശാന്തമായൊരു വിളിയാണ് ആദ്യം കാതിൽ കേട്ടത്. എന്നിട്ട് കൂടി അവളുടെ ഹൃദയം കുതിച്ചുപൊട്ടി പുറത്തേക്ക് വരുമെന്ന് അവൾക്ക് തോന്നിപ്പോയി. എത്ര അടക്കി പിടിച്ച് മൂളാൻ ശ്രമിച്ചിട്ടും ശ്വാസം മാത്രമേ അവൾക്ക് പുറത്തേക്ക് വന്നുള്ളൂ. എന്താ കിടക്കുന്നത്? ജോലികളും ചെയ്യുമായിരുന്നോ? അതോ ഫോൺ ബില്ല് കിട്ട് ഓടി വന്നാണോ? അല്ലല്ലോ, ഫോണിന്റെ കൈ തന്നെ ഉണ്ടായിരുന്നു. ആണോ? എന്നിട്ടെന്താ അന്ന് രാത്രി കഥച്ച പോലെ ഇപ്പോഴും കിതക്കുന്നേ? കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു ഏക. ആ പതിഞ്ഞ ചോദ്യം അവളുടെ ഓരോ രോമകൂപങ്ങളെയും തൊട്ടുണർത്തി. എന്താണൊന്നും മിണ്ടാത്തത്? പിണക്കാണോ? ആളിൽ എന്നർത്ഥത്തിൽ നേർമയായിട്ടൊന്ന് മൂളി. പിന്നെ നാണാണോ? ആളൊന്നും പറഞ്ഞില്ല. പറയാൻ നാവ് പൊങ്ങിയില്ലെന്നാണ് സത്യം. പറ, ഇപ്പോഴും മാറിയില്ല എന്നാണ്. അതിന് മാത്രമൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ പെണ്ണേ. ഒന്ന് കണ്ടു, അതോ ആരൻ്റെ വെളിച്ചത്തിൽ. പിന്നെ ഒന്ന് തൊട്ടു, പിന്നെ ഒന്ന് വൈരിൻ. ഇനിയും ബാക്കി കേൾക്കാൻ കഴിയാത്ത പോലെ അവൾ വിളിച്ചുപോയി. ഫോണിൽ കൂടി പോലും എന്നെ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഏക നിനക്ക്. പിന്നെ നിന്റെ ഈ കൃഷിനെ മൊത്തമായിട്ട് നീ എങ്ങനെ താങ്ങും? ഇത്തവണ വൈരിന്റെ വലങ്കാൽ അല്പം കൂടി ശക്തമായി അയാളുടെ കഴുത്തിലമർന്നു. വായിൽ തിരികെ ഒറ്റമുണ്ണിന്റെ അറ്റം ശ്വാസനാളത്തിലെത്തി തടയുന്ന പോലെ തോന്നി അയാൾക്ക്. കണ്ണുകൾ തുറച്ച് വേദനയാൽ മൂളാൻ മാത്രമേ അയാൾക്ക് സാധിച്ചുള്ളൂ. അയാളുടെ അവസ്ഥ കാണേ ആ മുറിയുടെ കോണിൽ ഇതേ രീതിയിൽ തന്നെ വായിൽ തുണി തിരികെ കെട്ടിവെച്ചിരിക്കുന്ന വേറെയും ചിലർ പരിഭ്രാന്തിയോടെ കരയാൻ തുടങ്ങി. പക്ഷെ അവരുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഏക വൈരിന്റെ കൊഞ്ചിയുള്ള വിളിയിൽ ഇത്തവണ അവൾ വശം കിട്ടു. ഇനി എന്താ? ചിനുങ്ങിക്കൊണ്ടവൾ ചോദിക്കുകയാണ്. നിന്റെ ആ ശബ്ദം എനിക്ക് ഇനിയും കേൾക്കണം ഏക. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴുള്ള നിന്റെ കാതിന്നതങ്ങ് പോകുന്നില്ല പെണ്ണേ. ഏകമുഖത്ത് വലം കൈ ചേർത്ത് വെച്ച് വിളിച്ചുപോയി. ആൾക്ക് ഇനി അവന് കേട്ടേൽക്കാൻ കഴിയില്ലെന്ന് തോന്നി. ഞാൻ വെക്കുക, പരിഭ്രമത്തോടെ തന്നെ അവൾ പറഞ്ഞു. സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? എനിക്കും അങ്ങനെ തന്നെയാ. ഇനിയും കാത്തിരിക്കാനോ സഹിക്കാനോ ഒന്നും ഒട്ടും പറ്റുന്നില്ല. ഒരാഴ്ച കൂടി, അത് കഴിഞ്ഞാൽ ഞാനങ്ങ് ഓടി വരും. വരുമ്പോൾ എൻ്റെ പെണ്ണിനായൊരു ഗിഫ്റ്റ് ഉണ്ടാവും എൻ്റെ കയ്യിൽ. അച്ഛമ്മ ഡേറ്റ് നോക്കാൻ പോയിക്കുക. ഏറ്റവും അടുത്ത ഡേറ്റ് തന്നെ മാരേജ് ഫിക്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലല്ലേ എൻ്റെ ഈ ഉണ്ണിയാഴ്ചയെ പൂർണ്ണമായിട്ട് എനിക്ക് കിട്ടുകയുള്ളൂ. അതിനു മുമ്പ് നിൻ്റെ ഈ സൂപ്പർ സ്റ്റാറിന് അഭിനയിച്ചു തീർക്കാൻ ഒരു വലിയ സിനിമ ബാക്കിയാ. വല്ലാത്തൊരു ഭാഗത്തിൽ പല്ലടിച്ചു പിടിച്ച പകയോട് അവൻ അത്രയും പറയുന്നത്. കാൽ കീഴിൽ കിടന്ന് പിടയുന്നതിനോടുള്ള പക പറഞ്ഞു കഴിഞ്ഞതും വൈരിന്റെ കാലുകൾ ശക്തിയിലൊന്ന് ഉയർന്നതായിരുന്നു. അത് അയാളുടെ ഇരുകാലിനിടയിലും പാറ പോലെ പതിക്കുമ്പോൾ മൂത്രത്തിനൊപ്പം ചോരയും നിലത്തേക്ക് പടർന്നിരുന്നു. അയാളുടെ അമറൽ ഒരു വേള അടഞ്ഞ ഒറ്റമുറിയിൽ പ്രതിധ്വനിച്ചവും ഏകയുടെ നെറ്റി ഒളിഞ്ഞു. ഷൂട്ട് നടക്കണോ വൈരിൻ? അവിടെ എന്തോ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ഒരു മാസം സീൻ നടക്കുക. നായിക 5 ഗുണ്ടകൾ കാറിൽ തട്ടിക്കൊണ്ടുവന്നായിരുന്നു ഇന്നലത്തെ ഷൂട്ടിങ്. ഇന്ന് നായകൻ പ്രതികാരം ചെയ്യാൻ പോകുന്ന സീനാ. തന്റെ മുന്നിൽ കിടന്ന് പിടയുന്നതിന്റെ മുഖത്തോയി പല്ലിരിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞു.
അപ്പൊ നായിക രക്ഷപ്പെടുന്ന സീൻ ഷൂട്ട് ചെയ്തില്ലേ? ഏക ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ല, നായികയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനുമുമ്പ് അവൾ സ്വയം രക്ഷപ്പെട്ടു. പക്ഷേ നായികയെ ജീവനെ പോലെ സ്നേഹിക്കുന്ന നായകന് എങ്ങനെ പ്രതികാരം ചെയ്യാതിരിക്കാൻ കഴിയുമേക? ഒരാഴ്ച അറിഞ്ഞുതിരിഞ്ഞ് കഷ്ടപ്പെട്ട് 5 എണ്ണത്തിനെയും തപ്പിപ്പെറുക്കി കൂട്ടിയിട്ടേക്കുവാ. ഇനി ചെറിയൊരു താണ്ഡവമാടണം. അപ്പോഴേക്ക് ആ മുറിയിലേക്ക് ഡേവിഡ് എത്തിയിരുന്നു. റൂമിൽ കിടക്കുന്ന 5 തടിമാളന്മാരുടെ അവസ്ഥ കണ്ടവൻ വൈരിനെയും നോക്കി. പഞ്ഞിക്കിട്ടു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പെട്രോൾ ക്യാനുകൾ വാങ്ങാൻ താൻ പോയ സമയം കൊണ്ട് ഇവന്റെയൊക്കെ പരിപ്പ് പുറത്തു വന്നെന്ന് അവന് മനസ്സിലായി. 3 വർഷം മുമ്പ് രാഘവേന്ദ്രയുടെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകളിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ട്രിവാൻഡ്രം കൊട്ടേഷൻ ഏറ്റെടുത്ത ഗുണ്ടകളുടെ ലിസ്റ്റ് കണ്ടുപിടിച്ച്. പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യാതെ പോയ കേസായതുകൊണ്ട് രേഖകളൊന്നും അവിടുന്ന് ലഭിച്ചില്ല. പക്ഷേ കുറച്ച് പണം സ്വന്തം അക്കൗണ്ടിൽ കിട്ടിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഏക എന്ന് ആക്രമിച്ച് 5 പേരെ തിരിച്ചറിഞ്ഞു. അടിവസ്ത്രം മാത്രം ധരിച്ച് പുറകിൽ കൈകൾ കൂട്ടിക്കെട്ടി വായിൽ തുണി തിരികിയ അവസ്ഥയിലാണ് 5 പേരും ഉള്ളത്. അതിലാകെയുള്ള ഒരു മലയാളിയാണ് വൈരിന്റെ കാലിനടിയിൽ കിടന്ന് പിടയുന്നത്. ആണോ? അപ്പൊ ആ സീനൊക്കെ ഷൂട്ട് ചെയ്യാൻ ഡ്യൂപ്പ് ഉണ്ടാവും അല്ലേ? ഏകക്ക് വീണ സംശയമാണ്. ഏയ്, ഈ സീൻ ഡ്യൂപ്പ് ചെയ്താൽ ശരിയാവില്ല. ഇത് ഞാൻ നേരിട്ട് ചെയ്താലേ ശരിയാവൂ. ഇത്തവണ ഡേവിഡ് അവന്റെ പുറകെ വന്ന കാർഡ്സ് ഒരുപോലെ ചിരിച്ചുപോയി. ഡേവിഡ് വലം കൈ ഉയർത്തി വാച്ചിലേക്ക് കൂട്ടി സമയം പോകുന്ന അർത്ഥത്തിൽ കാണിച്ചതും വൈരിൻ മുഖമൽപ്പം ഉയർത്തി ഓക്കെ പറഞ്ഞു. ഓക്കെ then, ഇനിയെല്ലാം നേരിട്ടേണ്ട ശേഷം. അപ്പോ ഈ വിച്ചുവിന് മോളൊരു ഉമ്മന്നേ. വേഗം. കേട്ടത് ഏക ചുറ്റിലൊന്ന് കണ്ണു വായിച്ചു. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ഫോൺ കയ്യിലെടുത്ത് അതിലേക്ക് നോക്കി. ശേഷം സ്ക്രീനിൽ കാണുന്ന അവന്റെ ഫോട്ടോയിലേക്ക് അമർത്തി മുത്തിയവൾ. അവളുടെ ആ ചുംബനത്തിന്റെ ശബ്ദം കേട്ടതും എനർജി കിട്ടിയ പോലെ കാല് വീശി അവളുടെ വയറ്റിൽ ആകെ തുണിച്ചു വൈരി. ആ നേരം തന്നെ വീശെറിഞ്ഞ പോലെ കിടന്നിടപ്പിൽ നിലത്തൂടെ നിരങ്ങി മറ്റുള്ളവർക്കൊപ്പം അയാൾ ഒരു മൂലയിൽ പോയി വീണു. ഒട്ടും സമയം കളയാതെ ഡേവിഡും ഗാർഡ്സ് അവരുടെ ദേഹത്തും ആ ഒറ്റമുറി വീടിന്റെ അകത്തും എല്ലാം പെട്രോൾ ഒഴിച്ചു. ഗുണ്ടകൾ രാത്രി സമയങ്ങളിൽ മദ്യപിക്കാനും മറ്റും തങ്ങുന്ന ഒറ്റമുറി വീടായിരുന്നു അത്. പുറത്തേക്ക് ഇറങ്ങി കാറിനടുത്തേക്ക് വരി നടക്കുമ്പോൾ ഫോൺ ചുണ്ടോടി ചേർത്ത് ആൾക്കാർ ഒരു മുത്തം കൊടുത്തിരുന്നവൻ. കിട്ടിയോ? വലിയൊരു ശബ്ദത്തോടെ തീ ആ കുഞ്ഞു വീണൊന്നാകെ വിഴുങ്ങുമ്പോൾ ഫോൺ പാനിന്റെ പോക്കറ്റിലേക്ക് ഇട്ട് വരി മുന്നോട്ട് നടന്നു. പുറകിൽ വളരെ വലിയൊരു അഗ്നികോളം തന്റെ പെണ്ണിന് നേരെ കൈയുയർത്തി 5 പേരെയും വിഴുങ്ങുമ്പോൾ അങ്ങ് മാൻഷനിൽ വലിയൊരു ചതിയൊരുങ്ങുന്നത് വൈരിൻ അറിഞ്ഞില്ല. ഋതുവാതിരിയും വരുണും ഇന്നാണ് മടങ്ങിപ്പോകുന്നത്. ഏകക്ക് ചെറിയ വിഷമം തോന്നായിരുന്നില്ല. 2 ആഴ്ച എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയതെന്ന് ഓർത്തു അവർ. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പൊടി നിങ്ങൾക്ക്? ഇരുവരോടുമായി ചോദിച്ചു ഏക. പൊന്നു മോളെ, ആ കാമദേവൻ ദേവൻ സാറ് നിന്റെ കൂട്ടുകാരികളൊന്നും ഒറ്റ കാരണം കൊണ്ടാ ഞങ്ങൾ രണ്ടിനെയും ജോലിയിൽ നിന്ന് പുറത്താക്കി. വിശ്വനാഥന്റെ മരണാനന്തര ചടങ്ങുകളുടെ തിരക്കഴിഞ്ഞതും ഏകയുടെയും വൈന്റെയും വിവാഹക്കാരും മാൻഷൻ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. അഞ്ജലി എന്നേക്കുമായി ഔട്ടായി എന്ന ബോധം വന്നു. ദേവൻ ദേഷ്യം തീർത്ത ആവിധമാണ്. ഋതുവിന് ആദരിക്ക് റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ അയച്ച അയാൾ. അതിനെന്താ, രുദ്രൻ സാറ് വേറെ ജോലി ഇടയ്ക്ക് തരാമെന്ന് പറഞ്ഞല്ലോ. പോണ്ടിടി പ്ലീസ്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒറ്റക്കാവും. ഏക തടയാൻ അവസാന ശ്രമം കൂടി നടത്തി നോക്കി. ഇപ്പോഴും ഈ സാറ് കൂടി നിർത്താറായില്ലേ നിനക്ക്? അടുത്ത മാസം നിന്റെ കല്യാണം. എന്തായാലും ഞങ്ങൾ കല്യാണത്തിന് വന്നേ പറ്റൂ. അതിനുമുമ്പ് വീട്ടിൽ പോയി മുഖം കാണിച്ചില്ലേ ശരിയാവില്ല. ഓരോ സാധനങ്ങളായി ബാഗിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ആതിര പറയുമ്പോൾ ഒരു ചാർജറും ചുറ്റി വെച്ചുകൊണ്ട് ഋതു ഏകക്കടുത്തായി കട്ടിലിരുന്നു. വരുണിന്റെ വീട്ടുകാർ പെട്ടെന്ന് വിവാഹം വേണമെന്ന് പറഞ്ഞേക്കുക. നിന്റെ കഴിഞ്ഞ ഉടനെ എന്റെയും കാണും. പോരാതിനിതേ ഇവൾക്ക് ആലോചനകളോരോന്ന് വരുക. എല്ലാം ഒന്ന് സെറ്റായിട്ട് വേണം നിന്റെ അമ്മായിയപ്പന്റെ കമ്പനിയിൽ ഞങ്ങൾക്ക് ജോലി കയറാൻ. ഋതു വന്നേ, ടാക്സി വന്നു. ഏക അപ്പൊ ശരിയടാ, ഇറങ്ങട്ടെന്നാ. വേഗത്തിൽ റൂമിലേക്കായിരുന്നു ബാഗുകളെല്ലാം കയ്യിലേക്ക് ഒതുങ്ങി വരുണി യാത്ര പറഞ്ഞിറങ്ങി. 4 പേരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാധാമണിക്കൊപ്പം ആളിൽ പുരുഷോത്തമൻ അരവിന്ദ് ഇരിപ്പുണ്ടായിരുന്നു. ഈച്ച പറ്റിയ പോലെ വിദ്യയും ഐഷുവും ഒപ്പമുണ്ട്. പിന്നെ മൈൻഡൊന്നുമില്ലാതെയാണ് 4 പേരും നടന്ന്. അതെ പിള്ളേരെ ഒന്നവിടെ നിന്നേ. പുറകിൽ രാധാമണിയുടെ സ്വരം കേട്ട് 4 പേരും തിരിഞ്ഞവരെ നോക്കി. ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലേ, പോകുമ്പോൾ ഒരു സന്തോഷ വാർത്ത കൂടി കേട്ടിട്ട് പോ. എന്റെ മോള് വിദ്യയുടെ കല്യാണം ഉറപ്പിച്ചു. ചെക്കൻ അവിടെ മുറച്ചെറുക്കൻ തന്നെയാ ഈ ഇരിക്കുന്ന അരവിന്ദ്. വലിയ സിനിമാ നടനൊന്നും അല്ലെങ്കിലും നല്ലൊരു വീടും വീട്ടുകാരൊക്കെ അവനും ഉണ്ട്. ഈ ആസത്തിന്റെ കല്യാണത്തിന് മുമ്പ് അത് വേണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശിയായിരുന്നു. അപ്പൊ എല്ലാവരും കൂടി വന്നാ സദ്യ ഉണ്ടിട്ട് പോവാം. അടുത്ത മാസം 10-ാം തീയതി കല്യാണം, അതായത് വരുന്ന ഞായറാഴ്ച. ഗർവോളെ പറഞ്ഞുകൊണ്ട് മറുപടിക്കായി കാക്കുമ്പോൾ ഏകയും മാതിരി ഋതു ഒരക്ഷരം മിണ്ടാൻ പോയില്ല. ഓ പിന്നെന്താ മച്ചി, വന്ന് മുടിപ്പിച്ചിട്ട് പോയേക്കാം. വായി നോക്കിക്കാതെ വാ പിള്ളേരെ. ഈർച്ചയോടെ പറഞ്ഞുകൊണ്ട് വരുൺ പുറത്തേക്ക് ഇറങ്ങിയ നിമിഷമാണ് പുരുഷോത്തമൻ TV ഓൺ ചെയ്ത്. ചെല്ലി കല്യാണത്തിന് മുമ്പ് രണ്ടിനും സൂചിച്ചു കൊടുക്കാൻ കൂട്ടുകാരി മുറി ഒഴിഞ്ഞാന്നല്ലേ, ആ നന്ദി കാണിക്കണല്ലോ. ഇവളുമാരി ഏതിനാടി ആ പോയം വെച്ചോണ്ടിരിക്കുന്നേ? തങ്ങൾ നോയി പുച്ഛിക്കുന്ന രാധാമണിക്ക് 2 പറയാൻ ഏക അകത്തേക്ക് കയറിയതും അവളെ തടഞ്ഞുകൊണ്ട് ഋതുവാതിരി അകത്തേക്ക് തന്നെ തിരികെ കയറി. ഇപ്പോൾ കിട്ടിയ വാർത്ത സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു അത്യന്തം ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൂപ്പർ സ്റ്റാർ വൈരിരുദ്രവർമ്മ യാത്ര ചെയ്തിരുന്ന കാറ് ഗുരുതരമായ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഇന്ന് പുലർച്ചെ നടന്ന അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാറിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്ന വൈരിരുദ്രവർമ്മയെ കാറ് തകർത്താണ് രക്ഷാപ്രവർത്തകർ പുറത്തെടുത്തതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരമാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
എന്നാൽ ഇതൊരു ഔദ്യോഗികമായി കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപകടം എങ്ങനെ സംഭവിച്ചു എന്നോ അദ്ദേഹം ഏത് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്, കൂടെ ആരൊക്കെയാണ് കാറിൽ ഉണ്ടായിരുന്നത്, ഇതെല്ലാം സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനിയും സ്ഥിരീകരിക്കാറുണ്ട്. നിമിഷങ്ങൾക്കകം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ തുടരുക. ടിവിയിൽ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് നോക്കി ഏക തുറിച്ച കണ്ണുകളോടെ നിന്നുപോയി. ആങ്കർ വാർത്ത പറയുമ്പോൾ സ്ക്രീനിന്റെ പിന്നിൽ അപകട സ്ഥലത്തിന്റെ ദൃശ്യങ്ങളാണ് മാറി മാറി തെളിഞ്ഞുകൊണ്ടിരുന്നത്. പൂർണ്ണമായും തകർന്ന ഒരു കാർ, തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ചുരുണ്ടുപോയ അതിന്റെ മുൻഭാഗം, നിലത്താകെ പടർന്ന ചില്ലുതണ്ടുകൾ, മറ്റു വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന പോലീസുകാർ, സ്പോട്ടിന് ചുറ്റും നിൽക്കുന്ന പോലീസ് വാഹനങ്ങൾ, കാർ അവശിഷ്ടങ്ങൾ ഉയർത്താൻ ക്രെയിൻ പതുക്കെ മുന്നോട്ട് വരുന്ന ദൃശ്യങ്ങൾ. ഇവ കൂടാതെ പുറകിലായി 1-2 വാഹനങ്ങൾ വേറെയും മുൻഭാഗം തകർന്ന അവസ്ഥയിലുണ്ടായിരുന്നു. ഇവയൊക്കെ സ്ക്രീനിൽ ലൈവ് കാണിച്ചുകൊണ്ടേയിരുന്നു. കാർ തകർത്താണ് പുറത്തെടുത്തെന്ന ആങ്കറുടെ വാക്ക് തകർന്ന കാറിന്റെ ദൃശ്യങ്ങളോടുകൂടി തന്നെ കാണിക്കുമ്പോൾ അപകടത്തിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാമായിരുന്നു. ദൃശ്യങ്ങൾ മാറുന്നതനുസരിച്ച് ടിവിയുടെ വെളിച്ചം മാത്രം ഏകയുടെ മുഖത്ത് മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു. ഏക കൈകൾ നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ നീക്കാതെ സ്ക്രീനിലേക്ക് തന്നെ നോക്കി വെച്ചുകൊണ്ട് അങ്ങനെ നിന്നുപോയി. ആളോട് എന്തു പറയണം, എങ്ങനെ പറയണമെന്നറിയാതെ ഋതുവാതിരിയും വരണമൊക്കെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോഴും വാർത്ത വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ഏകയുടെ മുഖഭാഗം കാണാനെന്ന പോലെ വിദ്യയും രാധാമണിയോടെ മുന്നിൽ തന്നെ വന്നിന്ന് ടിവിയെ അവളെയും മാറി മാറി നോക്കി. നാശം, വല്ല കോമഡി പണം വെച്ച് കാണാം മാമ. ഇനി ഇന്ന ദിവസം ഫുള്ളി ദുരന്തം തന്നെയാവും. മടുപ്പോടെയാണ് പറയുന്നെങ്കിലും ഏകയുടെ അവസ്ഥയോർത്തുള്ള സന്തോഷം അറിയുന്നതിന്റെ സ്വരത്തിൽ പ്രകടമായിരുന്നു. ഇന്ന് മാത്രോ, നാളെ അവന്റെ ശാമം ചുമക്കുന്നോ സിനിമാ നടന്മാരെ കുടുംബത്ത് കയറുന്ന നെഞ്ചത്ത് റീത്തോക്കുന്നൊക്കെ കുറെ ദിവസം കാണും. പത്രക്കാർക്ക് ഒരാഴ്ച നല്ലൊരു വാർത്തയായി. അത് കഴിയുമ്പോൾ എല്ലാവരും മറക്കും. അറിയുന്നതിന്റെ ഒപ്പം കൂടി ഒരു ദാക്ഷിണ്യമില്ലാതെ പറഞ്ഞുകൊണ്ട് പുരുഷോത്തമൻ ചാനൽ മാറ്റിയൊരു സിനിമ ഇട്ടു. ആ, ഇത് നല്ല പട, കുറെ ചിരിക്കാനുണ്ട്. രാധാമണി, ഞാൻ ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, വന്നേ, എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ട് സിനിമ കാണാം. എന്നിട്ട് വേണം വൈകുന്നേരം വിദ്യമോൾ കല്യാണ സാരി എടുക്കാൻ പോവാൻ. ആണോ പുരുഷേട്ടാ? എന്നാ പിന്നെ സിനിമയൊന്നും കാണണ്ടെന്നേ. നിങ്ങൾ ആ വാർത്തയൊന്നും അങ്ങോട്ട് വെച്ചേ. എന്ത് രസാ കണ്ടോണ്ടിരിക്കാൻ. ആ ചെക്കൻ ചത്തോന്ന് അറിയാലോ. ഹോ, ആ കാറിന്റെ അവസ്ഥയും നോക്കി. കർമ്മ നടത്തോരെ എന്തെങ്കിലും കിട്ടിയ ഭാഗ്യം. ഇവിടെ ചിലർക്ക് സൗന്ദര്യമുള്ളതേ കണ്ണി പിടിക്കൂ. ഇപ്പൊ എന്തായി? അതാ മനുഷ്യന്റെ അവസ്ഥ. ബിരിയാണിയും പാത്രങ്ങളൊക്കെ എല്ലാവരും നിലത്തായി വട്ടമുട്ടിരുന്നുകൊണ്ട് ലൈവ് ന്യൂസ് തന്നെ വെച്ചു. ഐഷു മാത്രം നിർവികാരതയോടെ ചുമനും ചാരി നിന്നതേ ഉള്ളൂ. കൊച്ചേച്ചിയെ വിവാഹം കഴിക്കാൻ പോകുന്നതിനെന്നതിലുപരി ഇഷ്ടമുള്ള സിനിമ തന്നെ എന്തു പറ്റിയെന്നാണ് ആളത്തെല്ലാം ദുഃഖിപ്പിച്ച്. രാധാമണിയുടെ ചീത്ത കേട്ടതും അവൾ അവർക്കൊപ്പം തന്നെ പോയിരുന്നു. ഒരു നിമിഷം തനിക്ക് ചുറ്റും ഇരുട്ടുകയറുന്ന ഏക അറിഞ്ഞു. തലകറങ്ങുന്ന പോലെ അവൾക്ക് തോന്നി. സങ്കടമോ കരച്ചിലോ ആയിരുന്നില്ല, പകരം ആകെ മൊത്തം മരവിച്ചൊരവസ്ഥ. വൈരിനെ ജീവനോടെ ഇല്ലേ? വൈരിനെ എനിക്കിനി കാണാൻ കഴിയില്ലേ? ആളുടെ ഹൃദയം വല്ലാതെ മിടിച്ചു. കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.